നമ്മൾ ഓണത്തിനായിട്ട് അടുത്തതായിട്ടുണ്ടാക്കിയിരിക്കുന്ന വിഭവം പുളിയിഞ്ചിയാണ്. അപ്പം പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതാ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മെയിനായിട്ട് നമുക്കിപ്പോൾ ഇഞ്ചി വേണം. അതുപോലെ തന്നെ പച്ചമുളക്, കരിവേപ്പിലയല്ലേ കറിവേപ്പില, എനിക്കെപ്പോഴും കരിവേപ്പിലയെന്ന് കേൾത്തുള്ളൂ. അപ്പോൾ കറിവേപ്പില, പിന്നെന്താ ശർക്കര പാനി, പുളി വെള്ളത്തിയിട്ട് അതിൻ്റെ ജ്യൂസാക്കി എടുത്ത് വെക്കുക, കടുക്, ഉലുവ, എണ്ണ, വെളിച്ചെണ്ണ, ഇത്ര സംഭവങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഉപ്പ്, മെയിൻ സാധനമാണ് ഉപ്പ്. ഞാൻ എപ്പോഴും ഇടാൻ മറക്കുന്നതായ സാധനവും ഈ ഉപ്പാണ്. ലാസ്റ്റെങ്കിലും ഞാൻ ഓർക്കും ഉപ്പിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് തന്നെ നമ്മൾ പാത്രം എടുത്ത് വെച്ചു. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇടുക. കടുകിട്ട് പൊട്ടാറാകുന്ന സമയത്ത് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒത്തിരി അങ്ങ് വറുത്തിങ്ങനെ കാണാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങെടുത്താൽ മതി. അതിങ്ങനെ ആയ ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്നിച്ച് തിള വരുമ്പോഴത്തേക്കും നമുക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൊത്തം ഒഴിക്കണ്ട. നമുക്ക് ആവശ്യമനുസരിച്ചും അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ മധുരം കാരണം വാങ്ങി വെക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആവശ്യമനുസരിച്ച് മധുരം ഇടുക. അതിനുശേഷം നമ്മൾ വറുത്ത്, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ആദ്യമേ നമ്മൾ ഇഞ്ചി വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ച് പൊടിച്ച് ഒത്തിരി കടിക്കാൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പൊടിക്കുക. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച്, ചിലർക്ക് ഇഞ്ചി കടിക്കാൻ ഇഷ്ടമില്ല, ചിലർക്ക് ഇഷ്ടമാണ്, അതനുസരിച്ച് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഇടുക. ഒരു കാര്യം മറക്കരുത്, ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ ഉപ്പുമൊക്കെ ഇട്ട് ഇത് ജസ്റ്റൊക്കെ എല്ലാം ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്ത് നമ്മളുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഓണം സദ്യയുടെ ഒരു പ്രധാന വിഭവമായ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെയാണ്, എന്നാലും എൻ്റെ വകയും കൂടെ ഒന്നിരിക്കട്ടെ. അപ്പം ഓക്കെ, ബൈ.